സന്തോഷമുണ്ട്. കാരണം എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു 2 ചിത്രങ്ങൾ അടുപ്പിച്ച് വന്നിട്ടില്ല. അത് ഏറ്റവും നല്ല സിനിമകൾ തന്നെ. അപ്പോൾ രണ്ടും വ്യത്യസ്തമായ സിനിമകളാണ്. അതാണ് വേറൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ദിലീപ് ഏട്ടൻ്റെ കൂടെയുള്ള റിംഗ് മാസ്റ്റർ, അത് മലയാളികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. റിംഗ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും എന്താ പറയുക, ഒരു എനർജിയാണ് കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാം ഉള്ളത്. കാരണം അത്ര രസകരമായിട്ട് വന്നിട്ടുണ്ട്. കോമഡിയൊക്കെ ആയാലും ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ കുറേ ഡോഗ്സ് ഉണ്ട് ഈ സിനിമയിൽ. അവരെ വെച്ചിട്ടുള്ള എന്താ പറയുക, ഇത്രയും നന്നായി ഡോഗ്സ് പെർഫോം ചെയ്തിട്ടുള്ള വേറൊരു സിനിമ കാണില്ല എന്ന് പറയാം. അങ്ങനെ ഒത്തിരി പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. എന്തായാലും അത് വലിയൊരു സന്തോഷമാണ് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഈ ഡോഗ്സിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും. എനിക്ക് അങ്ങനെ നിങ്ങളുമായിട്ടൊന്നും വലിയ അടുപ്പമുള്ള ആളല്ല ഞാൻ. എനിക്ക് പേടിയാണ്. എന്നെ പുറകെ ഓടിച്ച് ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ എവിടെ കണ്ടാലും ഓടിക്കും. അപ്പോൾ അതിനോട് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നാമത് ട്രെയിൻ ഡോഗ്സ് ആണ്. നമുക്ക് അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനില്ല. പിന്നെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഓക്കെ ആയി. നമുക്കൊരു കുറച്ചും കൂടി ഒരു ധൈര്യമൊക്കെ ആയി. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയി തൊടുകയും തലോടുകയൊക്കെ ചെയ്യും. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ മനുഷ്യരെക്കാളും ഭയങ്കരമായിട്ട് ഞങ്ങൾ കെയർ ചെയ്ത് ഇപ്പോൾ ഒരു ആക്ട്രസിനൊന്നും ഒരു വിലയില്ല. ഇവരുടെ മൂഡ് ശരിയാവണം എങ്കിലേ ഇവർ അഭിനയിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സെറ്റിലുള്ള എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എപ്പം മൂഡ് ശരിയാവുന്നോ അന്നേരം മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താ പറയുക, ആറ്റുനോറ്റിരുന്ന് കിട്ടുന്ന എക്സ്പ്രഷൻസാണ് അതൊക്കെ എന്തായാലും. പക്ഷേ എന്തൊക്കെ ടെൻഷൻസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഒരു റിസൾട്ട്, വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. പിന്നെ റാഫി സാറ്, ദിലീപ് ഏട്ടൻ, ഇവരുടെ ഒരു കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം വളരെ ഹൈ ആയിട്ടുള്ള എനർജി ലെവലുള്ള ആളുകളാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാനും നമുക്ക് ഒത്തിരി എനർജി തരാനും എന്താ പറയുക, നമുക്കൊരു നല്ലൊരു സ്പേസിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇവരെല്ലാം. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. ഇപ്പോൾ ദിലീപേട്ടനായാലും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റാഫി സാർ ഇതിൽ നല്ലൊരു കഥാപാത്രം അഭിനയിച്ചിട്ട് കൂടിയുണ്ട്. അത് എന്താ പറയുക, അദ്ദേഹത്തിന് ഏറ്റവും സ്യൂട്ടാവുന്നൊരു ക്യാരക്ടർ കൂടിയാണ്. പിന്നെ റാഫി സാറിനെ പോലെ അതേപോലെ തന്നെ റാഫി സാർ ആക്ട് ചെയ്യുമ്പോൾ ഷാഫി സാറിൻ്റെ കൂടെയും ഡയറക്ഷനിൽ കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തന്നെ ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ കീർത്തി അസലായിട്ടൊരു എന്താ പറയുക, ബ്ലൈൻഡിൻ്റെ ക്യാരക്ടറാണ്, വളരെ അസലായിട്ട് ചെയ്തിട്ടുണ്ട് കീർത്തി. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമ കൂടിയാണ്. ഒരു ഉത്സവ ചിത്രമാണ്. അതേപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ളൊരു സിനിമയാണ്. നിറങ്ങളൊക്കെ ഇങ്ങനെ വാരി വിതറിയേക്കുന്ന പോലത്തെ നമുക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ ഒത്തിരി ടെൻഷൻസ് ഉള്ള സമയമാണ് ആളുകൾക്ക്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ, ഒന്നും നോക്കാതെ ഉള്ളു തുറന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് റിംഗ് മാസ്റ്റർ. എനിക്ക് നെഗറ്റീവ് കഥാപാത്രം പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക ഇമേജ് നോക്കിയൊന്നും കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളല്ല. എനിക്ക് പെർഫോം ചെയ്യാനുണ്ടോ, നമുക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ സിനിമയിൽ എന്നൊക്കെ നോക്കി സെലക്ട് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വില്ലത്തിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും അത്യാവശ്യം വില്ലത്തരങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതിൻ്റെ ഒരു പടം ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ആളുകൾ റിയാക്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ എനിക്ക് കിട്ടുന്ന കമൻസ്, ഇപ്പോൾ FB-യിലായാലും എവിടെയായാലും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻസാണ്. നെഗറ്റീവ് ചെയ്താലും ഇത്രയും പോസിറ്റീവായിട്ടുള്ള കമൻസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒത്തിരി സന്തോഷമുണ്ട്. ആരും ഒരു മോശമായിട്ടുള്ള കമൻസ് പോലും ആരും ഇട്ടിട്ടില്ല. അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാവരും. പിന്നെ ഇപ്പോൾ എനിക്ക് വേറൊരു പേരും കൂടെ വീണേക്കാണ്, സരസമ്മ. സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. ചുരുക്കം ചിലർ പക്ഷേ നമുക്ക് അവരെ കൂടുതൽ അറിയില്ലായിരിക്കാം. അവർക്ക് എന്താണ് അവരുടെ സാഹചര്യമെന്നും നമുക്കറിയില്ലായിരിക്കാം. കുറച്ച് ദേഷ്യം മുൻകോപമൊക്കെ ഉള്ളവരുണ്ടാവാം. ഇവളെയും നമുക്ക് ന്യായീകരിക്കാനുള്ള റീസൺസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒത്തിരി സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു എന്താ പറയുക, അല്ലാതെ സിനിമയിൽ നമ്മൾ കാണുന്ന നായകന്മാരെയോ നായികമാരെയോ പോലെ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നവരല്ലല്ലോ മനുഷ്യർ. കുറച്ച് കുശുമ്പും ദുഷ്ടതരമൊക്കെ കാണിക്കുന്നവരാണ്. അപ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് തോന്നണില്ല എനിക്ക്. അങ്ങനെയല്ല, ഞാൻ ഇപ്പം ആ ഒരു സൈഡിൽ ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഈ 2 കഥാപാത്രങ്ങൾ ഇപ്പം എൻ്റെ മുമ്പിൽ വെക്കുകയാണെങ്കിലും ഞാൻ ഇത് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് കുറച്ചും കൂടി ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം
ഇവളുടെ ഈ സംഭവങ്ങൾ ഇതെല്ലാം അവൾ ബോൾഡായിട്ട് നിന്നിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി ഒരു മനോധൈര്യവും ഒരു മനക്കെട്ടിയൊക്കെ ഉള്ള ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇപ്പോൾ നായകനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഗുസ്തി പിടിച്ച് നിൽക്കുമ്പം അതിൻ്റേതായ കുറച്ചും കൂടി ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഥാപാത്രം തന്നെയാണ് കുറച്ചും കൂടി ഞാനെന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഇത് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുക.